സുഹൃത്തുക്കളെ, ഇന്ന് നമുക്ക് അടുത്ത എപ്പിസോഡ് ഡിസ്കസ് ചെയ്യാം. ഇപ്പം ഞാൻ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം ഒരു മരത്തിൻ്റെ മുമ്പാകത്താണ്. ഇവിടെ 2 സൂര്യകാന്തി പൂവുണ്ട്. ഇത് ഈ മരത്തിൻ്റെ എല്ലാം നിങ്ങൾക്ക് അറിയാം. ഇത് ഞാൻ വാങ്ങിച്ചുകൊണ്ടുവന്ന് പോവാം. അപ്പോൾ ഇത് എന്തിനാണ് ഇവിടെ വെച്ചേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നേച്ചറിൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ട്. അത് നേച്ചറാണ് അത് പലതും സോൾവ് ചെയ്ത് തരും. അങ്ങനെ ഏറ്റവും നല്ല എക്സാമ്പിളാണ് ഈ സൂര്യകാന്തി ചെടിയും ഫ്ലവറും. ഒരു ടേമുണ്ട് റെമീഡിയേഷൻ. റെമീഡിയേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം പഴയ ഫോമിലേക്ക് തിരിച്ചുകൊണ്ട് വരിക എന്നുള്ളതാണ്. ഇനി അതിൻ്റെ മുമ്പിൽ ഫൈറ്റോ എന്നൊരു വാക്ക് ചേർക്കണം. ഫൈറ്റോ എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ് എന്നാണ് അർത്ഥം, ചെടികൾ. അപ്പോൾ ഫൈറ്റോ റെമീഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നേച്ചറിനെ പഴയ ഫോമിലേക്ക് തിരിച്ചുകൊണ്ട് വരിക. അപ്പോൾ എന്താ സൂര്യകാന്തിയായിട്ടുള്ള കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ റഷ്യയിൽ ചെർണോബിൽ അറ്റോമിക് ഡിസാസ്റ്റർ കേട്ടിട്ടുണ്ട്. ജപ്പാനിൽ ഫുക്കുഷിമ അറ്റോമിക് ഡിസാസ്റ്റർ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നെ നമ്മൾ അല്ലെങ്കിൽ അന്ന് കാലത്ത് നടന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ചുറ്റുപാടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ സയൻറ്റിസ്റ്റുകൾ കണ്ടമാനം ഈ സൂര്യകാന്തി ചെടികൾ വെച്ച് പിടിപ്പിച്ചേക്കുക. കണ്ടമാനം. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സൂര്യകാന്തി ചെടി അങ്ങനത്തെ ചില ചെടികൾക്ക് ഈ ചില പ്രത്യേക കെമിക്കൽസ്, ഉദാഹരണം പറഞ്ഞാൽ സിഷിയം, സ്ട്രോൺഷ്യം, കുറേയൊക്കെ റേഡിയോ ആക്റ്റീവാണ്. അതിൻ്റെ ആ വികീർണം അല്ലെങ്കിൽ ആ പോയ്സണസ് നേച്ചർ അബ്സോർബ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ആ എലിമെൻ്റ് അബ്സോർബ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. അപ്പോൾ അത് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ കുറേയൊക്കെ റേഡിയേഷൻ കുറയ്ക്കാം എന്നുള്ള ആസ്പെക്റ്റിലാണ് അവർ ഈ പ്ലാന്റുകളവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പല ചെടികൾക്ക് ആ എബിലിറ്റി ഉണ്ട്. നേച്ചറിലുള്ള പല കെമിക്കൽസും അബ്സോർബ് ചെയ്യുക, പ്രത്യേകിച്ച് പോയ്സണസ് കെമിക്കൽസ് അബ്സോർബ് ചെയ്യുക. ചെടികൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട്. അപ്പോൾ ഈ ഒരു ഫിനോമിന വിളിക്കുന്ന പേരാണ് ഫൈറ്റോ റെമീഡിയേഷൻ. ഇതിൻ്റെ മെച്ചം സറൗണ്ടിങ് ക്ലീനാവും, മണ്ണ് ക്ലീനാവും, ആ സോയിൽ കുറേയും കൂടെ നല്ല സോയിലാവും, അതുപോലെ ഫെർട്ടിലിറ്റി കൂടും, പ്രൊഡക്ഷൻ കൂടും. അപ്പോൾ നേച്ചറിനെ നോക്കുക നിങ്ങൾ, അത് സിമ്പിളായിട്ട് നമുക്ക് പലപ്പോഴും തോന്നുക, പക്ഷേ അതിൻ്റെ പല ആക്ഷൻസും വളരെ മിസ്റ്റീരിയസാണ്. ഇതിനൊരു കൗണ്ടറുണ്ട് ഈ ഫൈറ്റോ റെമീഡിയേഷൻ. അത് ഞാൻ അടുത്തതിൽ പറഞ്ഞു തരാം. അപ്പോൾ ഇവിടെ ഇതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് മാത്രം, ദ ടേം ഫൈറ്റോ റെമീഡിയേഷൻ്റെ അഡ്വാൻറ്റേജ് വിത്ത് സൂര്യകാന്തി ചെടിയും ഫ്ലവറും. നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിർത്തട്ടെ, മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു.